ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പിക്സൽ ഫോണുകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. ഇന്ന് അതിൻ്റെ ഒരു വീഡിയോ ആണ്. പിക്സൽ 8 പ്രോ. അത് മാത്രമല്ല, ചില എക്സ്ക്ലൂസീവായ സംഗതികൾ കൂടി വരുന്നുണ്ട്. എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് 7 പ്രോ അല്ലെങ്കിൽ 7 സീരീസിൽ നിന്നും 8 സീരീസ് പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇത്രയും നേരത്തെ തന്നെ കേൾക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ചേഞ്ചുകൾ, അത് ഞാൻ ആദ്യം തന്നെ പറയാം. സോ പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അടുത്ത ജനറേഷൻ പിക്സൽ ഫോണുകളെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടാൻ സഹായമാവും. ആദ്യമായിട്ട് 8 പ്രോ. പിക്സൽ 7 പ്രോയിൽ നിന്നും 8 പ്രോയിലേക്ക് വരുമ്പോൾ കാര്യമായ ചേഞ്ചുകളൊന്നും ഒറ്റ നോട്ടത്തിൽ കാണില്ല. അതെ, അങ്ങനെ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഐഫോൺ 12, 13 ഒക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഏകദേശം 14 ഒക്കെ ഒറ്റ നോട്ടത്തിൽ കാര്യമായ ചേഞ്ചൊന്നും ഇല്ല. സൂക്ഷിച്ച് നോക്കിയാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ മാറ്റങ്ങൾ കാണാമെന്നല്ലാതെ ഡിസൈൻ വൈസ് കാര്യമായ മാറ്റങ്ങളൊന്നും കാണാറില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതിനകത്തും. പിക്സൽ 8 പ്രോയുടെ ലുക്കാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒറ്റ നോട്ടത്തിൽ കാര്യമായ മാറ്റമൊന്നും കാണില്ല. പക്ഷേ ഇതിൻ്റെ മാറ്റങ്ങളുണ്ട്. ഒന്ന്, ക്യാമറ മോഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ക്യാമറ മോഡ്യൂൾ 7ലൊക്കെ നമുക്കൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നു ലെൻസുകൾ തമ്മിൽ. ഇവിടെ ആ ഒരു സെപ്പറേഷൻ ഇല്ല. പകരം ഒരേപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. സോ ഇത് ക്യാമറയുടെ ഭാഗത്ത് കാണുന്ന ഒരു ചേഞ്ചാണ്. അതല്ലാതെ ഇതിൻ്റെ ലെൻസുകളിലൊന്നും കാര്യമായ വലുപ്പം കൂടുതലോ കുറവോ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. മെയിൻ ലെൻസ്, പിന്നെ ഒരു വൈഡ് ആംഗിൾ ലെൻസ്, പിന്നെ ഒരു പെരിസ്കോപ്പിക് ലെൻസ്. ഈ ഒരു സെറ്റപ്പാണ് ഇതിനുണ്ടാവുക. ഇതിനകത്ത് കാര്യമായ വേറെ ചേഞ്ച് ഒന്നും പറയുന്നില്ല. പിന്നെ ഒരു ചെറിയ ഡാർക്ക് സർക്കിൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണാം. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള അസംപ്ഷൻസ് ഉണ്ട്. ഒന്ന്, ഇത് ലൈഡാർ ആവാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതായത് നമുക്ക് പിന്നെ അങ്ങോട്ട് ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള സംഗതികൾ വളരെ സീരിയസ് ആവാൻ പോവാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫ്യൂച്ചർ പ്രൂഫായിട്ട് തന്നെയാണ് ഈ ഫോൺ വരിക. ഓഗ്മെന്റഡ് റിയാലിറ്റി പോലുള്ള സൗകര്യങ്ങൾ കുറെ കൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നതെന്നും പറയപ്പെടുന്നു. സോ ഇങ്ങനെയാണ് ക്യാമറയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന 1-2 മാറ്റങ്ങൾ ലുക്ക് വൈസും ഫീച്ചർ വൈസും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഡിസൈനിൽ, ഡിസ്പ്ലേയിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കർവ് പിക്സൽ 7 പ്രോയിൽ നിന്നും 8 പ്രോയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ കർവ് സ്വല്പം കുറവായിരിക്കും. അതായത് സാംസങ് S22 അൾട്രയിൽ നിന്നും 23 അൾട്രയിലേക്ക് വന്നപ്പോൾ ഇതിൻ്റെ കർവുകളിൽ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു ഇച്ചിരി ബോക്സി ഷേപ്പിലേക്ക് ഇത് മാറി. ആ കർവ് ഇത്തിരി കുറച്ചു അവർ. അതാണ് ബോക്സി ഷേപ്പിലേക്ക് മാറി എന്നുള്ളത് വിടാം, കർവ് കുറച്ചു എന്നുള്ളതൊരു പ്രധാന പോയിന്റ് ആയിരുന്നു. ഇത് തന്നെയാണ് പിക്സൽ 8 പ്രോയിൽ വരുമ്പോഴും സംഭവിക്കാൻ പോകുന്നത്. അതിൻ്റെ കർവ്, ഡിസ്പ്ലേയുടെ കർവ് ലേശം ഒന്ന് കുറയും. എനിക്ക് കർവ്ഡ് ഡിസ്പ്ലേക്കുള്ള ഫോണാണ് ഇഷ്ടം. കാരണം അത് കൈ പിടിക്കുമ്പോൾ നമുക്കൊരു മോഡേൺ ഫീൽ കിട്ടുന്നുണ്ട്. ബട്ട് അത് കോസ്റ്റ്ലി ആണ്. പിന്നെ ഗെയിം കളിക്കുമ്പോഴേക്ക് കർവ്ഡ് ഡിസ്പ്ലേ ഒരു ശല്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് ഇഷ്ടം. ബട്ട് എൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് കർവ്ഡ് ഡിസ്പ്ലേയോട് ചേർന്ന് നിൽക്കുന്നു. കാരണം അങ്ങനെയുള്ള ഡിസ്പ്ലേ ഉള്ള ഫോൺ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു മോഡേൺ ഫീൽ കിട്ടുന്നുണ്ട്. സോ എന്തായാലും കർവിൻ്റെ കാര്യത്തിൽ 8 പ്രോയിൽ ഒരു ഇച്ചിരി കുറവ് കാണും. അതേപോലെ തന്നെ അവിടെ വേറൊരു മാറ്റം കൂടിയുണ്ട്. ബെസിൽസ് ഒക്കെ കുറേ കൂടി സ്ലിം ആയിരിക്കും. ഹാഫ്. ഓൾറെഡി 7 പ്രോയിൽ ഇത്തിരി ബെസിൽസ് കൂടുതൽ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. 8 പ്രോയിൽ വരുമ്പോൾ അത് പകുതിയോളം കുറയുമെന്നാണ് പറയുന്നത്. സോ ഒരു കംപ്ലീറ്റ് ഫുൾ ഡിസ്പ്ലേ എക്സ്പീരിയൻസ് നമുക്ക് അതിനകത്ത് എക്സ്പെക്ട് ചെയ്യാം. ഡിസ്പ്ലേ സൈസിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. 6.7 ഇഞ്ച് വരുന്ന ആ ഒരു ഡിസ്പ്ലേ സൈസ് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലത്തെ സ്പീക്കറിൻ്റെ ഏരിയയിൽ ഒരു ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. അതായത് ഇത് ഇത്തിരി കൂടി വലുപ്പം കൂടി വീതി കൂടിയ തരത്തിലുള്ള ഒരു സ്പീക്കറാണ് കൊടുത്തിരിക്കുന്നത് ഇത്തവണ ഈ 8 പ്രോയിൽ വരുമ്പോൾ. സോ സൗണ്ട് ക്വാളിറ്റിയിൽ ഒരു ഇച്ചിരി ബെറ്റർ എക്സ്പീരിയൻസ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇതിനകത്ത് വരുന്ന അടുത്തൊരു മേജർ ചേഞ്ച് എന്ന് പറയുന്നത് ടെൻസർ G3 പ്രൊസസ്സർ തന്നെയാണ്. സോ അത് എന്തായാലും ഒബിയസ്ലി വരുന്നത് തന്നെയാണ്. അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ അടുത്ത ജനറേഷൻ പ്രൊസസ്സർ ആയിരിക്കും. അവിടെ ഒരുപാട് എക്സ്ക്ലൂസീവായ ഫീച്ചറുകൾ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള പല സൂചനകളും ഈ വരുന്ന IOയിൽ നമുക്ക് കിട്ടും. ഗൂഗിളിൻ്റെ മെയിൽ നടക്കാൻ പോകുന്ന IOയിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. എക്സ്പെക്ട് ചെയ്യുന്നത്. നോക്കാം എന്താണ് അവർ റിവീൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെന്ന്. എന്തായാലും 8 പ്രോയിലേക്ക് വരുമ്പോൾ ഡിസൈനിൽ, ക്യാമറയിൽ, ഡിസ്പ്ലേയിൽ, അതേപോലെ തന്നെ പെർഫോമൻസിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പ്രധാനമായിട്ടും ഇപ്പോഴേക്ക് അറിയാൻ കഴിഞ്ഞ മാറ്റങ്ങൾ ഇതാണ്. റെഗുലർ മോഡലിൽ ഇത്തവണയും ഫ്ലാറ്റ് ഡിസ്പ്ലേ തന്നെയാണ്. കർവ്ഡ് കൊടുക്കില്ല. 120 ഹെർട്സ് തന്നെ ഡിസ്പ്ലേയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ക്യാമറയുടെ ഭാഗത്ത് വേറെ മാറ്റങ്ങളൊന്നും കാണാനില്ല. കുറച്ച് വലുപ്പം കൂടുതൽ ഉണ്ടായിരിക്കും എന്നുള്ളത് മാത്രമാണ് മാറ്റം പറയപ്പെടുന്നത്. പക്ഷേ അത് ക്യാമറയുടെ മോഡ്യൂളിൽ മാത്രമാണ് മാറ്റം കൂടുതൽ. അതായത് കൂടുതൽ വരുന്നത് ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ്, കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതായത് 6.3 ഉണ്ടായിരുന്നത് 6.2 ആയിട്ട് കുറയ്ക്കുമെന്നാണ് പറയുന്നത്. മുമ്പ് നമ്മൾ കേട്ടിരുന്നു 5.8 ആയിട്ട് കുറയ്ക്കുമെന്ന്. അത്രയ്ക്ക് എന്തായാലും കുറയ്ക്കാനുള്ളൊരു സാധ്യതയില്ല. അത് വല്ലാതെ കുറഞ്ഞു പോകും. 6.2 ഇതാണൊരു കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പല സോഴ്സുകളിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓൺലൈക്ക് പോലുള്ള സംഭവങ്ങളിൽ നിന്നുമാണ് ഈ ഒരു ഇൻഫർമേഷൻ വരുന്നത്. സ്മാർട്ട് ട്രിക്സ് പോലുള്ള സംഭവങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 6.2 അതാണ് ഒരു സ്റ്റാൻഡേർഡ് സൈസായിട്ട് കുറയ്ക്കാൻ പോകുന്നത്. 6.3 ആയിരുന്നു മുമ്പ്. ഇവിടെയും നമുക്ക് ആ ബെസിൽസിൻ്റെ കുറവൊക്കെ കാണാം. അതായത് പിക്സൽ 7ൽ നിന്നും 8ലേക്ക് വരുമ്പോൾ ബെസിൽസ് ഒക്കെ വളരെ കുറവായിരിക്കും എന്ന രീതിയിലുള്ള വാർത്തകളുണ്ട്. അപ്പോൾ മൊത്തത്തിൽ കാര്യമായ ഒറ്റ നോട്ടത്തിൽ വലിയ ചേഞ്ചുകളില്ല. എന്നാൽ ഇവിടെ ചേഞ്ചുകൾ ചെറിയ രീതിയിലൊക്കെ കൊടുത്തിരിക്കുന്നു.
സോ മൊത്തത്തിൽ എനിക്ക് ഇവിടെ പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ ഓൾറെഡി പിക്സൽ 7 പ്രോ ഒക്കെ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കയ്യിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 8 പ്രോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ 8 സീരീസിന് വേണ്ടി കാര്യമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഇതുവരെ കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച്. കാരണം ഓൾറെഡി 7 പ്രോ എന്നൊക്കെ പറയുന്നത് ഗംഭീര ഡിവൈസുകളാണ്. 7 പ്രോ എന്നൊക്കെ പറഞ്ഞാൽ 6.7 ഇഞ്ചിൻ്റെ 120 ഹെർട്സ് OLED ഡിസ്പ്ലേയും ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷനും 5000 mAh ബാറ്ററിയും 50 MP ക്യാമറയും ടെൻസർ G2 പ്രൊസസ്സറും ഫ്രണ്ട് ക്യാമറയിലടക്കം 4K ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നാം തരം ഡിവൈസുകളാണ്. സോ അതുകൊണ്ട് തന്നെ ആ ഡിവൈസുകൾ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അടുത്ത 1 വർഷം കൂടി ധൈര്യമായിട്ട് ഉപയോഗിക്കാനും പറ്റും. OS അപ്ഡേറ്റ് 3 വർഷം വരെ കിട്ടുന്നുണ്ട്, ഒരു വിഷയമില്ല. എന്തായാലും 8 സീരീസിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരില്ല. ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്സൽ 7 പ്രോ ഒക്കെ പരിഗണിക്കാം. ഇതിൻ്റെയൊക്കെ പർച്ചേസ് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഇവിടെ യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ യൂസ് റിവ്യൂ അടക്കമുള്ള എല്ലാ സംഗതികളും യൂട്യൂബിലുണ്ട്, കണ്ടു നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യുക. പിന്നെ അടുത്തൊരു സംഭവം കൂടി ഇവിടെ പറയാനുണ്ട്. 8 സീരീസിനെ കുറിച്ച് മാത്രമല്ല, ഫോൾഡ്, ഞാൻ പറഞ്ഞില്ല ഗംഭീര സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ടെന്ന്. അതാണ് ഈ സംഗതി. പിക്സൽ ഫോൾഡ് കൂടി വരാൻ പോവാണ്. അതും കിടിലൻ ലുക്കിൽ തന്നെയാണ് വരുന്നത്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനെക്കുറിച്ചും കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഈ IO വരെ വെയിറ്റ് ചെയ്യണം. IO എന്താണെന്ന് പിടികിട്ടില്ലേ? ഗൂഗിൾ IO, നിങ്ങളിത് പലയിടത്തും കണ്ടിട്ടുണ്ടാവും. ഒരു ഡെവലപ്പർ കോൺഫറൻസ്, ഇവർ പുതിയതായിട്ട് കൊണ്ടുവരുന്ന ഇന്നോവേഷൻ, അതിൽ താല്പര്യമുള്ള അല്ലെങ്കിൽ പുതിയ സംഗതികൾ, അതിൽ താല്പര്യമുള്ള ആൾക്കാരുടെയൊക്കെ ഒരു മീറ്റിംഗ് വെച്ച് ഇവരെന്തൊക്കെയാണ് പുതിയതായിട്ട് ഗൂഗിൾ കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു വിശദീകരണം, അല്ലെങ്കിൽ പല പിക്സൽ ഫോൾഡ് പോലുള്ള ഫോണുകളുടെ അല്ലെങ്കിൽ 8 സീരീസിൻ്റെ ഒക്കെ എന്തെങ്കിലും സ്നീക്ക് പീക്ക്, പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ, അതൊക്കെ നമുക്ക് ഈ ഒരു ഇവൻറ്റിലൂടെ അറിയാൻ കഴിയും. അതെന്തായാലും മെയിലാണ്, 1st or 2nd വീക്ക്, 10ാം തീയതിയാണെന്ന് തോന്നുന്നല്ലേ. എന്തായാലും ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട്, കാത്തിരിക്കാം. ഒരുപാട് സംഗതികൾ പിക്സൽ ഫാൻസിന് വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റിൽ നമുക്ക് അറിയാൻ കഴിയും. അറിയുന്ന വഴിക്ക് തന്നെ ഞാൻ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. എന്തായാലും പിക്സൽ ഫോണുകൾ തകർക്കുമെന്ന് വിചാരിക്കാം. എന്താണ് കേട്ട വിവരങ്ങളിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.